Good morning all. In last class we discussed about couple. Okay, ഇപ്പോൾ കപ്പിൾ എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പോൾ കപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പാരലൽ ഫോഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരലൽ ഫോഴ്സിൽ വരുന്ന ഒരു പോർഷനാണ് കപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കപ്പിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സസ് വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ the couple effect is produced. Couple എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ റൊട്ടേറ്റിംഗ് എഫക്ട്സ്, അല്ലെങ്കിൽ കപ്പിൾ ഇസ് എ സോർട്ട് ഓഫ് മൊമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ കപ്പിളിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ക്ലോക്ക് വൈസ് കപ്പിൾ ആൻഡ് അനദർ വൺ ഈസ് ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് കപ്പിൾ. ഓക്കെ, ക്ലോക്ക് വൈസ് കപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഡ്യൂ ടു ദ പാരലൽ ഫോഴ്സസ് ഇഫ് ദ ബോഡി അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ then then clockwise couple is produced in that area, like in that section. When the if the body is rotated due to the parallel forces, if the body is rotated in the anti-clockwise direction, then we can say that it is counterclockwise couple. Okay, and the plane at which the force is acting is called plane of couple. Okay, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു ഫോഴ്സ് സിസ്റ്റം കൊണ്ട്, ഫസ്റ്റ് ഫോഴ്സ് സിസ്റ്റം കൊണ്ട് ഇതൊരു റോഡ് എ ബി ആണെങ്കിൽ സേ ദിസ് റോഡ് എ ബി, the road AB is rotated in the clockwise direction, so it will produce clockwise couple and this produce anti-clockwise couple. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് കപ്പിളിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്കൊരു ഫിഗർ വെച്ചിട്ട് നമുക്കത് ഡിസ്ക്രൈബ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ സം ഓഫ് ദ ഫോഴ്സസ് ഓഫ് എ കപ്പിൾ ഈസ് സീറോ. എന്തായിരിക്കും? അതായത് കപ്പിളിന് കാരണമായിട്ടുള്ള ഫോഴ്സുകളുടെ സം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നിങ്ങൾക്കറിയാം കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സാണ്. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതിൻ്റെ ആൾജിബ്രിക് സം എടുത്ത് നിങ്ങൾക്ക് എന്ത് വരും? സീറോ വരും. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഒരു ഫിഗർ നോക്കുക. നമുക്കിവിടെ ഒരു പി എന്നുള്ളൊരു അല്ലെങ്കിൽ എഫ് എന്നുള്ളൊരു ഫോഴ്സ് എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഈ ഒരു ക്ലോക്ക് വൈസ് കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള രണ്ട് ഫോഴ്സുകളാണ് എഫ് എന്നുള്ള ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ഓക്കെ, ഇപ്പോൾ ഈ നിങ്ങൾ ഇതിൻ്റെ സിഗ്മ എഫ് വൈ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സുകൾ എഫ് ഇ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫോഴ്സ് എടുത്ത് നോക്കൂ. എഫ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് പോസിറ്റീവ്, ആൻഡ് അനദർ എഫ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, സോ എഫ് ഈസ് നെഗറ്റീവ്. സോ സം ഓഫ് ദ ഫോഴ്സസ് ഇൻ എ കപ്പിൾ ഷുഡ് ബി ഈക്വൽ ടു സീറോ. എപ്പോഴും സീറോ ആയിരിക്കും. ദ സം ഓഫ് ദ ഫോഴ്സസ് ഓൾവേസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ എബൌട്ട് എനി പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. ഓക്കെ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദ മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ എബൌട്ട് എനി പോയിൻറ്റ് ഇൻ ദ പ്ലെയിൻ ഓഫ് ദ കപ്പിൾ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയുള്ളൂ. ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ബോഡി ഉണ്ട്, സി ഡി എന്നുള്ളൊരു ബോഡി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, സി ഡി എന്നുള്ളൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് രണ്ട് പാരലൽ ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡി. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കപ്പിൾ, ക്ലോക്ക്വൈസ് കപ്പിൾ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഇൻറ്റു ഡി എന്നുള്ളൊരു മാഗ്നിറ്റ്യൂഡിലൊരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദിസ് കപ്പിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഇൻറ്റു ഡി ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്ലെയിനിൽ, ദ പ്ലെയിൻ ഓഫ് കപ്പിളിൽ നിങ്ങൾ ഏതൊരു പോയിന്റിൽ നിങ്ങൾ മൊമെൻറ്റ് എടുത്തോളൂ, ഏതൊരു പോയിന്റിൽ മൊമെൻറ്റ് എടുത്താലും ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി. കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. ആ മൊമെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ വാല്യൂ എപ്പോഴും, ആ കപ്പിളിൻ്റെ വാല്യൂ എപ്പോഴും എഫ് ഇൻറ്റു ഡി എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമുക്ക് ആ കപ്പിളിന് കിട്ടുക. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മൊമെൻറ്റ് സെൻറ്റർ. അത് ഒരിക്കലും മൊമെൻറ്റ് സെൻറ്ററിനെ, നമ്മൾ എവിടെയാണ് മൊമെൻറ്റ് എടുക്കുന്നത് ആ ഒരു മൊമെൻറ്റ് സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ നമ്മൾ ഒ എന്നുള്ള പോയിന്റിൽ എന്നുള്ള മൊമെൻറ്റ് എടുത്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ, മൊമെൻറ്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഈ ഒ എന്നുള്ള മൊമെൻറ്റ് സെൻറ്റർ വെച്ച് മൊമെൻറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ്. ഇത് ഈ ഒരു ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നത് എഫ് ഇൻറ്റു ഡി പ്ലസ് എക്സ് മൈനസ് ദിസ് വിൽ പ്രൊഡ്യൂസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. ഇറ്റ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, സോ മൈനസ് എഫ് ഇൻറ്റു എക്സ്. സോ നെറ്റ് വാല്യൂ ഈസ് എഫ് ഇൻറ്റു ഡി. എഫ് ഇൻറ്റു ഡി ഈസ് ദ കപ്പിൾ പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ ടു പാരലൽ ഫോഴ്സസ്. സെയിം തന്നെയാണ്, സെയിം വാല്യൂ ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് ദ ആക്ഷൻ ഓഫ് എ കപ്പിൾ ഓൺ എ റിജിഡ് ബോഡി വിൽ നോട്ട് ബി ചേഞ്ച് if its arms is turned in the plane of the couple through any angle about one of its ends. അതായത്
നമ്മളുടെ ഈ കപ്പിൾ കൊണ്ട് എന്തായാലും ഒരു ബോഡിയിൽ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്, കപ്പിൾ കൊണ്ട് ബോഡിക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ ഒരു എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പിളിൻ്റെ പ്ലെയിൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെ പ്ലെയിൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു എ ബി എന്നുള്ള റോഡ് നോക്കിയോളൂ. എ ബി എന്നുള്ള റോഡിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ ബി എന്നുള്ള റോഡിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എഫ് എന്നുള്ള 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കൗണ്ടർ ക്ലോക്ക്വൈസ് കപ്പിൾ ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഇൻറ്റു ഡി. ഇനി പറയുന്നത് നമ്മൾ ഇതിൻ്റെ പ്ലെയിൻ മാറ്റാം. ഇതിൻ്റെ പ്ലെയിൻ മാറ്റിക്കോളൂ. ഈ എ ബി എന്നുള്ള റോഡിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതാ ഈ ഡോട്ടർ ലൈൻ, ഫസ്റ്റ് എ ബി എന്നുള്ള ഡോട്ടർ ലൈൻ, പിന്നെ ബി ഫിക്സ് ചെയ്തിട്ട് എ റൊട്ടേറ്റ് ചെയ്തു. ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെയും എന്താണ്, അതിൻ്റെ ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡിന് അല്ലെങ്കിൽ ആ കപ്പിൾ ആ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റിന് ദർ ഈസ് നോ ചേഞ്ച്. ഇഫ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് ബോഡി ഈസ് ചേഞ്ച്ഡ്, ദ എഫക്റ്റ് ഡ്യൂ ടു ദ കപ്പിൾ ഈസ് നെവർ ബി ചേഞ്ച്ഡ്. ഓക്കെ, ആ ഒരു എഫക്റ്റ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കപ്പിൾ കൺസിസ്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ആൻഡ് ആം ഓഫ് ദ കപ്പിൾ ഡി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കപ്പിൾ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് ക്യൂ ആൻഡ് ആം D1. ഹൗ? എഫ് ഇൻറ്റു ഡി ഷുഡ് ബി ക്യൂ ഇൻറ്റു ഡി. അതായത് നമുക്കിപ്പോൾ എഫ് ഇൻറ്റു ദ ലാസ്റ്റ് ഫിഗർ നോക്കിക്കോളൂ. നമുക്കൊരു റോഡുണ്ട്. ആ റോഡിൽ നമുക്ക് ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്. എഫ് ഇൻറ്റു ഡി എന്നുള്ളൊരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഈ എഫ് ഇൻറ്റു ഡി എന്നുള്ള കപ്പിളിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു ഫോഴ്സും ഒരു ആം വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്ത് വേണം, നമുക്ക് വേണമെങ്കിൽ ഇതിന് എഫിന് പകരം ഞാൻ എന്ത് ചെയ്തു, ക്യൂ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ആൻഡ് ആം എന്നുള്ളത് ക്യൂ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് ക്യൂ ആക്കി. ഓക്കെ, അതിൻ്റെ ആം എന്ന് പറയുന്നത് D1 ആണ്. ഇത് രണ്ടിൻ്റെ എന്ത് വേണം, ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ, ആ കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോഴ്സ് സിസ്റ്റം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കപ്പിളിനെ റീപ്ലേസ് ചെയ്യാം. എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് എഫ് ഇൻറ്റു ഡി എന്നുള്ളൊരു കപ്പിളുണ്ട്. ദാറ്റ് കപ്പിൾ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ഫോഴ്സ്, അനദർ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് Q1. എങ്ങനെ, എഫ് ഇൻറ്റു ഡി ഷുഡ് ബി ഈക്വൽ ടു ക്യൂ ഇൻറ്റു D1. ഓക്കെ, ഇതാണ് ഈ കപ്പിളിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിനകത്തൊരു പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം നോക്കിയോളൂ. എ ബി സി ഡി ഈസ് എ സ്ക്വയർ ഹൂസ് സൈഡ് ലെങ്ത് ഈസ് 2 meter. Okay, the force of magnitude 10, 20, 80 and 50 Newton act along AB, BC, CD and DA respectively. The forces of magnitude 50 root 2 Newton and 20 root 2 Newton act along the diagonal AC and DB. Show that they are equivalent to a couple and calculate the moment of this couple. ഓക്കെ, അപ്പോൾ നമുക്കൊരു എന്താണ്, ഒരു സ്ക്വയർ ബോഡി ഉണ്ട്. ആ സ്ക്വയർ ബോഡിയുടെ എല്ലാ സൈഡിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷനും ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയഗണൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളും തന്നിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് ദേ ആർ ഈക്വലന്റ് ടു എ കപ്പിൾ. അതായത് ഇതിനകത്തൊരു കപ്പിൾ മാത്രം, ഈ ഒരു സിസ്റ്റത്തിൽ ഒരു കപ്പിൾ മാത്രം ആക്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് കപ്പിൾ മാത്രം ആക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്റ്റേണൽ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. പക്ഷേ ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടുള്ളൊരു കപ്പിൾ മാത്രം, നെറ്റ് ഫോഴ്സ് 0 ആയിട്ടാണ് വരുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതിനകത്ത് വരുന്ന ഫോഴ്സുകൾ നോക്കുക. ഫോഴ്സുകൾ നമുക്ക് ഇതിനെ തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു XY പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഡയഗണലൊക്കെ ആംഗിളിലിരിക്കുന്ന കാരണം നമുക്കൊരു XY പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുക. ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് നിങ്ങൾ നോക്കുള്ളൂ 10 kN. ഓക്കെ, അത് റെപ്രസെൻറ്റ് ഫസ്റ്റ് വൺ 10 kN. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, 80 kN. 80 ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ, സോ -80. പിന്നുള്ളത് 50 root 2, അതിൻ്റെ ഇത് ഈ ആംഗിൾ 45 degree, സോ 50 root 2 cos 45, ദാറ്റ് ഈസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് പോസിറ്റീവ്. പിന്നുള്ളത് 20 root 2. 20 root 2 is also in the right, ഇത് ഇവിടെ 45 വരും. സോ 20 root 2 cos 45 in this direction, so that is also positive. സോ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് നോക്കുക. വെർട്ടിക്കൽ ഫോഴ്സ് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 20 in the upward direction and 50 in the downward direction. So 20 minus 50 and 50 root 2, that is in the upward direction, so that is positive, and minus 20 root 2 cos 45, so 20 root 2 cos 45 is in the downward direction. So അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും,
0 കിട്ടും. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്? ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ബോഡി ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ദർ ഈസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് സിസ്റ്റം. ഓക്കെ, ഇത് നിങ്ങൾ മൊമെൻ്റ് എടുക്കുക, ഏതെങ്കിലും ഒരു പോയിന്റ് മൊമെൻ്റ് എടുത്തോളൂ. നിങ്ങൾ എ എന്നുള്ള പോയിന്റിൽ മൊമെൻ്റ് എടുക്കുക. മൊമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഫോഴ്സുകൾ ഈ 50√2 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ദറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ മൊമെൻറ്റ് സെൻറ്റർ. ഈ 50 എടുക്കേണ്ട, ദാറ്റ് ഈസ് ഓൾസോ പാസ് ത്രൂ മൊമെൻറ്റ് സെൻറ്റർ. 10 എടുക്കേണ്ട, 10 ഓൾസോ പാസ് ത്രൂ ദ മൊമെൻറ്റ് സെൻറ്റർ. ഓക്കെ, നമുക്ക് വരുന്ന ഫോഴ്സുകൾ ഫോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 20√2 cos 45. ഓക്കെ, 20√2 cos 45 എന്ന് പറയുന്നത് ഇവിടെ വരണം. 20√2 cos 45 അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരിക? 2 മീറ്ററാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. സോ 20√2 cos 45 × 2. പിന്നെ ഉള്ളത് 80 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് 80 × 2 സെയിം. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ക്ലോക്ക്വൈസ് മൊമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കുക, ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ് നെഗറ്റീവ്. അത് എന്തുകൊണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഇവർ പിന്നെ ഉള്ളത് 80 will produce anti-clockwise moment, so that is negative. So minus 80 into perpendicular distance is 2. Okay, next one 20 ആണ്. 20 is also produce anti-clockwise moment, so 20 into perpendicular distance is 2, so minus 20 into 2. So when solving this we got the value 160 Newton meter. Negative random, that is produce counter-clockwise moment, that is produce a counter-clockwise moment. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ ആയിട്ട് എഴുതാം, സിൻസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് 0 ആൻഡ് ദ മൊമെൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ദ സിസ്റ്റം ഈസ് ഈക്വലന്റ് ടു എ കപ്പിൾ ഓഫ് മൊമെൻറ്റ് 160 ന്യൂട്ടൺ മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഈക്വലന്റ് ടു എ ഫോഴ്സ് ആൻഡ് എ മൊമെൻറ്റ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ ഫോഴ്സ് ഇല്ല, ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് മൊമെൻറ്റ് മാത്രമേ ഉള്ളൂ. ദ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 160 ന്യൂട്ടൺ മീറ്റർ, കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് റെസൊല്യൂഷൻ ഓഫ് എ ഫോഴ്സ് ഇൻ ടു എ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആൻഡ് എ കപ്പിൾ. അതായത് നമുക്കൊരു ബോഡിയിൽ നിങ്ങൾ അതിൻ്റെ ഹെഡിങ് നോക്കിയാൽ മതി. നമുക്കൊരു ബോഡിയിലൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ ഒരു ഫോഴ്സും ഒരു കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫിഗർ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബോഡി ഉണ്ട്, എ എന്നുള്ളൊരു ബോഡി ഉണ്ട്. ആ ബോഡി എ എന്നുള്ള പോയിന്റിൽ എഫ് എന്നുള്ളൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എഫ് എന്നുള്ള ഫോഴ്സിനെ നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ ഒരു ഫോഴ്സും ഒരു കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡി എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ ബി എന്നുള്ളൊരു പോയിന്റ് എടുത്തു. അപ്പോൾ ബി എന്നുള്ള പോയിന്റിലേക്കുള്ള ഫോഴ്സും കപ്പിളായിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് പോയിന്റിലാണോ ഫോഴ്സും കപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് എടുക്കുക. ആ ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ ഈ സെയിം മാഗ്നിറ്റ്യൂഡുള്ള എഫ് എന്നുള്ള സെയിം മാഗ്നിറ്റ്യൂഡുള്ള ഫോഴ്സ് മുകളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തു, താഴേക്ക് റെപ്രസെൻറ്റ് ചെയ്തു. സോ ബി എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? നെറ്റ് വാല്യൂ എന്തായിരിക്കും? നെറ്റ് വാല്യൂ 0 ആണ് അല്ലേ? നെറ്റ് വാല്യൂ 0 ആണ്, കാരണം 2 equal and opposite parallel forces acting at point B. So the net force acting at point B should be equal to 0. അത് 0 വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോഴ്സ് എ എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും ബി എന്നുള്ള പോയിന്റിൽ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സും നിങ്ങൾ കൺസിഡർ ചെയ്യുക. നോക്കുക, 2 equal and opposite parallel forces acting at a distance of D. ഈ ഒരു സിസ്റ്റം വരും. ഈ ഒരു ഫോഴ്സും കൺസിഡർ ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ മതി. എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കൗണ്ടർ ക്ലോക്ക്വൈസ് മൊമെൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര വരും? എഫ് ഇൻറ്റു ഡി. ഓക്കെ, എഫ് ഇൻറ്റു ഡി. സോ ഈ രണ്ട് ഫോഴ്സുകളും കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു മൊമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ ബാക്കി എന്താ വരുന്നത്? ബാക്കി ഒരു ഫോഴ്സും. സോ എ ഫോഴ്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കൗണ്ടർ ക്ലോക്ക്വൈസ് അല്ല, ക്ലോക്ക്വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. ക്ലോക്ക്വൈസ് ഇത് രണ്ടോന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ക്ലോക്ക്വൈസ് മൊമെൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഇൻറ്റു ഡി ആൻഡ് എ ഫോഴ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സിനെ വേറൊരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാനൊരു പ്രോബ്ലം പറയാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് റീപ്ലേസ് ദ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ബൈ എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ അറ്റ് ബി ആൻഡ് സി. നമുക്കൊരു റോഡുണ്ട്, ബി സി എന്നുള്ളൊരു റോഡുണ്ട്. ആ റോഡിൽ എ എന്നുള്ള പോയിന്റിൽ 10 കിലോമീറ്റർ എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് റീപ്ലേസ് ദാറ്റ് ഫോഴ്സ്. നമ്മൾ ആ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യണം. എവിടെയാണ്? 2 പോയിന്റിൽ. ഫസ്റ്റ് കേസിൽ ബി എന്നുള്ള പോയിന്റിൽ റീപ്ലേസ് ചെയ്യണം, സെക്കൻഡ് കേസിൽ സി എന്നുള്ള പോയിന്റിൽ റീപ്ലേസ് ചെയ്യണം. എങ്ങനെ റീപ്ലേസ് ചെയ്യണം? ബൈ എ ഫോഴ്സ് ആൻഡ് എ കപ്പിൾ. എന്ത് വേണം? ഒരു ഫോഴ്സും വേണം, ഒരു കപ്പിളും വേണം. സോ നമുക്കുള്ളത് ക്വസ്റ്റ്യനിലുള്ളത് ബി സി എന്നുള്ള റോഡുണ്ട്. ആ ബി സിയിൽ എ എന്നുള്ള പോയിന്റിൽ 10 കിലോമീറ്റർ എന്നുള്ളൊരു ലോഡുണ്ട്.
ആ ലോഡിനെ നമ്മൾ സി എന്നുള്ള പോയിന്റിലേക്ക് ഒരു ലോഡും ഒരു കപ്പിളുമായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സി എന്നുള്ള പോയിന്റിലേക്കാണ് നമുക്ക് ആ ഫോഴ്സിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ സെയിം ഈക്വൽ മാഗ്നിറ്റ്യൂഡുള്ളൊരു ഫോഴ്സ് എന്ത് ചെയ്യുക, സി എന്നുള്ള പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുക. സി എന്നുള്ള പോയിന്റിൽ ദിസ് ഈസ് 10 kN. എന്ത് ചെയ്യുക, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 10 kN എന്നുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴോ ഈ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് എടുക്കുക. ഒന്ന് ഡൗൺവേർഡ് ഉള്ളതും ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ളതും പിന്നെ ഈ അപ്വേർഡ് ഉള്ളതും. സോ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എന്ത് ടൈപ്പ് ഓഫ് മൊമെൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര വരിക, 10 × 4. ഇതിൻ്റെ ലിവർ ആം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആം എന്ന് പറയുന്നത് 4 മീറ്ററാണ്. സോ 40 kN മീറ്റർ, 40 kN മീറ്ററായി. ഓക്കെ, 40 kN മീറ്റർ ആൻഡ് എ ഫോഴ്സ് 10 kN. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ 10 kN എന്നുള്ള ഫോഴ്സുമായി പിന്നെ ഒരു കപ്പിളുമായി അറ്റ് പോയിന്റ് സി. ഇറ്റ്സ് വാല്യൂ ഈസ് 40 kN മീറ്റർ. ഓക്കെ, ബി എന്നുള്ള പോയിന്റിലാണെങ്കിൽ ഇതുപോലെ തന്നെ ബി എന്നുള്ള പോയിന്റിൽ നമ്മൾ സെയിം എ എന്നുള്ള സെയിം ആയിട്ടുള്ള ഫോഴ്സ് തന്നെ ബിയിലേക്ക് കൊണ്ടുവയ്ക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു ഫോഴ്സും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഡ്യൂ ടു ടേക്ക് ദീസ് ടു ഫോഴ്സസ്, two equal and opposite parallel forces, so it will produce a counterclockwise moment of magnitude 10 × 3, that is 30 kN meter. So എന്ത് വരും, 30 kN മീറ്ററുള്ളൊരു കൗണ്ടർ ക്ലോക്ക്വൈസ് കപ്പിളും ഒരു ഫോഴ്സും വരും. ഇങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സിനെ ഒരു പോയിന്റിലേക്ക് ഒരു ഫോഴ്സും ഒരു കപ്പിളുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരിക റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സസ്. റിസൾട്ടൻ്റ് ഓഫ് പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇപ്പോൾ നമുക്ക് കുറേ പാരലൽ ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൾജിബ്രൈക് സം എടുക്കുക. ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ F1 ഈസ് ആക്ടിങ് ഇൻ ദ അപ്വേർഡ്, F2 ഈസ് അപ്വേർഡ്, F3 ഡൗൺവേർഡ്, F4 അപ്വേർഡ്. സോ നമ്മൾ റിസൾട്ടൻ്റ് എടുത്താൽ എന്ത് വരും, അപ്വേർഡ് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക, ഡൗൺവേർഡ് നെഗറ്റീവായിട്ട് എടുക്കുക. സോ ദ റിസൾട്ടൻ്റ് ഷുഡ് ബി F1 + F2 - F3 + F4. ഇതാണ് പാരലൽ ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു.